ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഏലിയൻ ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഏലിയൻ റൊമ്യൂലസ് എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണ്ടോ. എന്തായാലും ഫെഡെ അൽവാരസിന്റെ സിനിമ ആയതുകൊണ്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് തന്നെ കയറിയതാണ്. ഏലിയൻ സിനിമകൾ 2-3 എങ്ങാണ്ടാണ് ഇതിന് മുമ്പത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം പോകാൻ വലിയ ധൈര്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ട സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പടത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. VB മാളിലെ സെക്കൻഡ് സ്ക്രീനിൽ, അതും നല്ല സ്ക്രീൻ ആയതുകൊണ്ട് അവിടെ വന്നതാണ്. ഏട്ടനും ഉണ്ടായിരുന്നു കൂടെ. എന്തായാലും ആ ഒരു സിനിമ കണ്ടു. ഫെഡെ അൽവാരസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്ന എവിൾ ഡെഡും ഡോൺ ബ്രീത്തും മാത്രം മതി അല്ലേ? അത് കണ്ടിട്ടില്ല ഏട്ടൻ? ആ 2 പടം മാത്രം മതി അങ്ങേരുടെ റേഞ്ച് എന്താണെന്നുള്ള അറിയാൻ. സോ അങ്ങേർക്ക് അത് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഏലിയൻ എന്ന് പറയുന്ന സാധനം. അതിന് മുന്നേ കണ്ടിട്ടുള്ള 2-3 ഏലിയൻ പടങ്ങളും സെറ്റ് സാധനമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഏട്ടൻ ഏലിയൻ ഏതൊക്കെ കണ്ടിട്ടുണ്ടോ പണ്ടത്തെ? ഞാൻ ഏലിയൻസ് അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള സംഭവങ്ങള് എന്താ പറയാ, നമ്മുടെ പ്രൊഡക്ടർ ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഞാൻ കണ്ടിട്ടുള്ള ആ 2-3 പടങ്ങൾ അത്യാവശ്യം നല്ല ഗുമ്മുള്ള സാധനങ്ങളായിരുന്നു. ഈ ഒരു പടവും അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ സ്ക്രീൻ പ്ലേ ഉള്ള കിഡിലൻ മേക്കിംഗ് ഉള്ള ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ആ ഒരു ഹൊറർ എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും ജംസ്കാരി സീൻസ് ആണെന്നുണ്ടെങ്കിലും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും CGI വർക്ക് അല്ലേ, ടെക്നിക്കൽ സൈഡ് ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഏലിയൻസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇംഗ്ലീഷ് പടങ്ങളിൽ ഒന്നാണ് ഇക്കൊല്ലത്തെ. വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും എനിക്ക് എന്താണ് സംഭവം പോലെ അറിയാണ്ട് ഇവൻ വിളിച്ചായിട്ട് അങ്ങനെ പോവാന്ന് പറഞ്ഞു. ഞാൻ കൂടി അങ്ങോട്ട് പോന്നു. അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് എന്താണ് ഈ സിനിമ എന്നുള്ളതൊന്നും ബേസിക്കലി എനിക്ക് അറിയുമായിരുന്നില്ല. പടത്തിന്റെ പേര് പോലും ഞാൻ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇന്നതാണ് പടം എന്ന് പറഞ്ഞത്. ഏട്ടനൊക്കെ സീറ്റ് എഡ്ജിൽ ഇരുന്നിട്ട് ഇങ്ങനെ കോരിത്തെരിച്ച് വല്ലാത്തൊരവസ്ഥയിൽ എത്തിയെന്നാണ് ലാസ്റ്റ് എത്തി പറഞ്ഞത്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഒരു കാര്യം പറയാട്ടോ, എനിക്ക് ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ അരമണിക്കൂർ സംഭവം എന്താണെന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്താൻ, എന്താണ് സംഭവം എന്നുള്ളതിലേക്ക് എത്താനുള്ള താമസം എടുത്തു. അല്ല, ഇത് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവാത്തതിന്റെ ഒരു ബേസിക് വിഷയമാണ്. അത് ആ ഒരു ടെറൈൻ എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഇല്ലാതെ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സംഭവങ്ങളൊക്കെ ഏട്ടന് ചെറുതായിട്ട് ബോറടിച്ചു എന്ന് പറഞ്ഞു. ഞാനും തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് എനിക്ക് അങ്ങോട്ട് കയറാനൊരു ടൈം ഞാനും എടുത്തു. പക്ഷെ അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കിയപ്പോ നല്ല രസമായിട്ട് വന്നു. ഇതൊക്കെ പോട്ടെ, ഇന്റർവെല്ല് ഇനിയിപ്പോ ഏതൊരു നോർമൽ ഓഡിയനെ സംബന്ധിച്ചും ഇന്റർവെല്ലിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഒരു സാധനം അങ്ങോട്ട് ഇറങ്ങി വരും. അത് മുതൽക്ക് പടം ഇപ്പൊ ലാംഗ്വേജ് അറിയില്ലെങ്കിലും ആ ടെറൈൻ അറിയില്ല എന്ന് വെച്ചാല് നമ്മളിങ്ങനെ ഇരുന്ന് കാണും. ഞാൻ മൂത്രമൊഴിക്കാൻ പോലും എനിക്ക് പോയിട്ടില്ല. ആന്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്. നമ്മള് ടെർമിനേറ്ററിലെ നമ്മുടെ അർണോൾഡിന്റെ ഒക്കെ ഒരു റേഞ്ചിൽ വരുന്ന ഒരു സാധനം. നല്ല രസമായിരുന്നു. ആ ഒരു റേഞ്ചിലില്ല, എന്നാലും ലൈക്ക് ദാറ്റ് അതുപോലത്തെ ഒരു പരിപാടി നല്ല രസമായിരുന്നു. ഒരു സേവിയറെ പോലെ നിൽക്കുന്ന ഒരു പരിപാടി. വേറെ ഇനി ഇന്റർവെല്ലിന് 15 മിനിറ്റ് മുമ്പ് ഒരു സാധനം വരുന്നുണ്ട്. അതേപോലെ ക്ലൈമാക്സിന് 15 മിനിറ്റ് മുമ്പ് ഒരു സാധനം വരുന്നുണ്ട്. അതും കൂടി ദയവീത് കുട്ടികളെയും കൊണ്ടൊന്നും കാണാൻ പോവാതിരിക്കും. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഒന്നും ദയവായിട്ട് ഈ ഒരു സിനിമ കാണാതിരിക്കാൻ ശ്രമിക്കും. കാരണം അമ്മാതിരി ഹൊറർ എലമെന്റ്സ് ഉള്ള. വേറൊരു കാര്യം കൂടെ അതിൽ പറയാനുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ലാസ്റ്റ് ഒക്കെ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ഇനി എന്താ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയും ചെയ്യും. അതേപോലെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഒരു എന്താ പറയാ, നമ്മളെ ഒരു ഹോണ്ട് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഭയങ്കര ഇന്ന് കണ്ടതാണ് നമ്മളെയും കൂടി കണ്ട് ചെയ്യും. വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു സിനിമ നമ്മളെ ലാസ്റ്റിലേക്ക് എത്തുമ്പോ ആ ലാസ്റ്റ് ഒരു എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത സെക്കൻഡ് ഹാഫ് ആണ്. അതിപ്പോ നേരത്തെ അനിയൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ ഏതൊരു നോർമൽ ഓഡിയൻസിനും കണക്ട് ആവും. പക്ഷെ സെക്കൻഡ് ഹാഫില് ഡയലോഗൊന്നല്ല, അത് അങ്ങോട്ട് ഡയലോഗൊന്നും ഇല്ല അധികം. ഒരു 1-2 ഡയലോഗ് എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം. അതായത് ഒരു ക്യാരക്ടറിനോട് പറയുന്നതാണ്. അതായത് ഇമോഷണലി കുറച്ച് എന്താ പറയാ മണ്ടന്മാരാണ് മനുഷ്യന്മാര്. ആ ഇമോഷണൽ കൊണ്ട് കുറെ കുഴി ചാടുന്ന ഒരു സിറ്റുവേഷൻ. ഇമോഷണൽ മണ്ടന്മാരാണെന്നല്ല അത് പറയണത്.
കാരണം എൻ്റെ ഒരു ലാംഗ്വേജ് പ്രോബ്ലമാണ്. കാരണം മനുഷ്യര് ഇമോഷണലി കണക്റ്റഡ് ആണ്. അവർക്ക് ഇമോഷണലുകൾക്കാണ് ഏറ്റവും ഈ യാഥാർത്ഥ്യങ്ങളെക്കാൾ പ്രാധാന്യം അവർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പല കുഴികളിലും പോയി ചാടും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ യാഥാർത്ഥ്യങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, പല ഇതില് പോയിട്ട് വരും. അല്ല, എന്നാലും ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി. ശരിയാണ്, നമ്മളെ മനുഷ്യന്മാർക്ക് ഇമോഷണൽ സംഭവങ്ങൾ കൂടുതലുണ്ടെങ്കിലും ആ ഒരു സംഭവങ്ങൾ കൊണ്ട് അവർ ഒരുപാട് കുഴി ചെന്ന് ചാടും എന്ന് പറയുന്നത്. അതാ ശരിക്കും നിങ്ങൾക്ക് ആ ഒരു സീന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ, അതിന്റെ പ്രാധാന്യം, ആ ഒരു ഡയലോഗിന്റെ പ്രാധാന്യം എന്താന്നുള്ളത്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, അത് പടം കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിന്റെ CGI വർക്കിനെ കുറിച്ച് എടുത്തു പറയാനുണ്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മ എമ്മാതിരി പെർഫെക്ഷനിലാണ് എടുത്തിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറയാം. കുറച്ച് സമയമൊക്കെയാണ് CGIയുടെ ആവശ്യമുള്ളൂ. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതിൽ പ്രാക്ടിക്കൽ എഫക്ട്സ് തന്നെയാണ്. പക്ഷെ എന്നാലും ഉപയോഗിച്ചിരിക്കുന്ന സാധനമൊക്കെ CGI ആണെന്ന് പറയും കൂടിയില്ല. അത്തരത്തിൽ ഗംഭീരമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടെക്നിക്കലി സൗണ്ടഡ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇതിലെ CGI വർക്ക്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലേ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നിങ്ങൾക്ക് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഇതില് തുടക്കത്തിലൊരു ഷോട്ട് ഉണ്ട്, ഷോട്ട് അല്ലേ, സ്പേസ് ഷിപ്പ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ കാണിക്കുന്നത്. ആ ഒരു ഷോട്ടിൽ അവർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഒരു സൗണ്ടും ഇല്ല, പിൻ ഡ്രോപ്പ് സൈലന്റിൽ ഇരുന്നിട്ടായിരുന്നു ആ ഒരു സംഭവം. ഇന്നലെ ഭയങ്കര മറ്റേ പറഞ്ഞാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ലൗഡ് എന്നൊക്കെ പറഞ്ഞ ആള് ഇതിന് ഭയങ്കര പോസിറ്റീവ് ഉണ്ടോ. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു അത് കണ്ടിരിക്കാൻ. അത് അത്രയും, കാരണം എന്താ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ശരിക്കും അവിടെ ആ ഒരു സ്കോറിന് പ്രാധാന്യമില്ല. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അത് അവർ അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സൈലൻസിനെ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓവർ BGMs, ഓവർ സ്കോറുകളൊന്നും കയറ്റി നശിപ്പിച്ചിട്ടൊന്നുമില്ല. അതെനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരൊറ്റ കാര്യം പറയാം, പടം കിടിലോസ്കി പടം. പിന്നെ ഏറ്റവും നല്ല തിയേറ്റർ തിരഞ്ഞെടുക്കുക. അത് വിഷ്വൽ ക്വാളിറ്റി നന്നായിരിക്കണം, സൗണ്ട് ക്വാളിറ്റി നന്നായിരിക്കണം. അത്രയും നല്ലൊരു തിയേറ്റർ തെരഞ്ഞെടുത്തിട്ട് കാണുക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പത്തെ ഏലിയൻ സിനിമകൾ കാണണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഒരു ഫിലിം ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്ന ഒരു തരത്തിലുള്ള ഒരു സെറ്റപ്പ് പടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഏലിയൻ ഫിലിം കാണുന്നത്. അത് നന്നായി കണക്ട് ആയി എന്ന് പറഞ്ഞു. പക്ഷെ പല സിനിമകളായിട്ട് ഒരു ലിങ്ക് ഒക്കെ അവിടെയും ഇവിടെ ഒക്കെ ഒരു ഈസ്റ്റർ എഗ്സ് പോലത്തെ കാണിച്ചു പോകുന്നുണ്ടെങ്കിലും അതറിയണം എന്നൊന്നുമില്ല. അത് മുന്നത്തെ പടങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അതൊന്നും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതില് ഞാനൊരു സംഭവം കണ്ടത്, അതായത് ട്രോളരുത്, നമ്മുടെ കൽക്കിയിൽ ഒരു വൈറ്റ് ഗണ്ണൊക്കെ പിടിച്ചിട്ട് വരുന്ന കുറെ സീനുകളില് അതേപോലത്തെ ഗണ്ണ് ഈ പടത്തിലും കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് പേര് ഞാൻ ആദ്യമായിട്ടാണല്ലോ കണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ അതില് ഈ കൽക്കിലാണ് ഇതെന്താണ് മറ്റേ PVC പൈപ്പാണോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതിലും ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഗണ്ണ് ഇങ്ങനെ, ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, അതേപോലെ ഇതിന്റെ ഇലക്ട്രോണിക് എന്തോ സംഭവങ്ങളൊക്കെ ആ ഒരു സംഭവമൊക്കെ കാണിക്കുന്നതും പറയുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ലെവലായിരുന്നു ആ സീനൊക്കെ. അത് ആ പറഞ്ഞതും നമ്മളെ ശരിക്കും കൺവിൻസിംഗ് ആയിട്ട് അതെ സംഭവങ്ങളൊക്കെ നമുക്ക് അത് പറഞ്ഞു തരുന്നതൊക്കെ. എന്തായാലും എന്നെ സംബന്ധിച്ചിട്ട് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മസ്റ്റ് വാച്ച് ആയിട്ടുള്ള തിയേറ്റർ ഐറ്റം. OTT-ൽ വന്നിട്ടെങ്ങാനും വന്നിട്ട് അയ്യോ ഇത് തിയേറ്ററിൽ കാണായിരുന്നു എങ്ങാനൊക്കെ മസ്റ്റ് വാച്ച് ആയിട്ടാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഡോൾബി അറ്റ്മോസ് ഉള്ള സെറ്റപ്പിൽ ഇരുന്ന് തന്നെ കാണാൻ ശ്രമിക്കാം. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള താഴെ കമന്റ് ബോക്സിൽ എവിടുത്തെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.